ഈ വർഷത്തെ നീറ്റ് എക്സാമിന് ശേഷം കേൾക്കുന്നതെല്ലാം അത്ര ഹാപ്പി ആയിട്ടുള്ള കാര്യങ്ങളല്ല. കഴിഞ്ഞ ദിവസം ഒരു ഉമ്മ എന്നെ വിളിക്കുകയുണ്ടായി. അവർ വിളിച്ചിട്ട് ഭയങ്കര വിഷമത്തോടുകൂടെ കരഞ്ഞുകൊണ്ടാണ് സംസാരിക്കുന്നത്. സാറേ, മോള് ഭയങ്കര ടെൻഷനിലാണ്. സാർ എന്തായാലും ഒന്ന് മോളുടെ അടുത്ത് സംസാരിക്കണം. അവൾ റൂമിൽ നിന്ന് തീരെ ഇറങ്ങിയിട്ടില്ല, ഭക്ഷണം കഴിച്ചിട്ടില്ല. ഇന്നലെ ആയപ്പോൾ എൻ്റെ അടുത്തേക്ക് ഒന്ന് വന്നു. എൻ്റെ അടുത്ത് വന്നപാടെ എന്നെ കെട്ടിപ്പിടിച്ചിട്ട് വല്ലാതെ കരയാൻ തുടങ്ങി. കരഞ്ഞ സമയത്ത് മോള് സംസാരിക്കുക, ഉമ്മ എനിക്ക് ഇനിയും പഠിക്കണം ഉമ്മ, എനിക്ക് എന്തായാലും ഡോക്ടറാവണം ഉമ്മ, എന്നെ ഒരു തവണയും കൂടെ ഉമ്മ ഒന്ന് കോച്ചിങ്ങിന് വിടാവോ ഉമ്മ, പൈസ ഒന്നും വേണ്ട, എൻ്റെ ഈ മാർക്ക് കൊണ്ട് എന്നെ എവിടെയാണെങ്കിലും ചിലപ്പോൾ അവർ ഫ്രീ ആയിട്ട് പഠിപ്പിക്കുന്നുണ്ടാവും, ഉമ്മ എന്നെ വിടാവോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് കേൾക്കുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിൻ്റെ ഉള്ളിൽ വിഷമം തോന്നുന്നുണ്ട്. അവർ അർഹത ഇല്ലാഞ്ഞിട്ട് എലിമിനേറ്റ് ആയിപ്പോയ കുട്ടികളല്ല. ആ എക്സാമിൻ്റെ സമയത്ത് ആ പ്രശ്നങ്ങൾ തരണം ചെയ്യാൻ പറ്റാതായി പോയതുകൊണ്ട്, അവിടെ ഞാൻ തോറ്റുപോയി എന്ന് എക്സാമിന് ഷോളിൽ നിന്ന് തന്നെ തിരിച്ചറിഞ്ഞതുകൊണ്ട് ആ ടെൻഷനിൽ മറ്റു ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റാതെ പോയ കുട്ടികളുണ്ട്. ആ കുട്ടികളോടാണ് ഞാനിത് പറയുന്നത്. തളർന്നു പോകാനുള്ളതല്ല, മുന്നോട്ടേക്ക് പോകാനുള്ളതാണ്. മുന്നോട്ട് വെച്ച കാലം മുന്നോട്ട് വെച്ച് എന്നെ പോവുക. മക്കളെ, എന്തിനും എന്ത് സപ്പോർട്ടിനും ഞങ്ങളുണ്ടാവും കൂടെ. എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിക്കുക കേട്ടോ.